അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശത്രുക്കൾ പല ജാതിയിലുണ്ടാവും. അസൂയക്കാരുണ്ടാവും, അതുപോലെ നമുക്ക് ഷോപ്പിൽ ജോലി സംബന്ധമായിട്ട് ശത്രുക്കളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ജാതിയിൽ നമുക്ക് ശത്രുക്കളുണ്ടാകും. ഈ ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കാനും അവരെ മുട്ടുകുത്തി നിൽപ്പിക്കാനും പറ്റിയ ഒരു ഇസ്ലാമിക് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. ശത്രുക്കളില്ലാതെ നമുക്ക് ജീവിക്കാനാവട്ടെ. അതുപോലെ നമ്മൾ ആരോടും അങ്ങോട്ട് ശത്രുവായിട്ട് നിൽക്കരുത്. കാരണം ഇത് തെറ്റാണ്. നമ്മൾ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ നിൽക്കണം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ ഒരുപാട് ദിക്റുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് സൂറത്തുകളൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ശത്രുക്കൾ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജാതിയിലും അസൂയക്കാരുണ്ടെങ്കിലും നമുക്ക് ശത്രുക്കളുണ്ടെങ്കിലും ശത്രുദോഷം വരെ വരും. അവരുടെ മനസ്സിൽ ഇബ്ലീസ് കയറിക്കൂടിയാൽ അവർ നമുക്ക് വേണ്ടി സിഹിർ ചെയ്യാൻ പോലും മടിക്കില്ല. കാരണം അവർക്ക് നമ്മളോട് ദേഷ്യമായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ശത്രുക്കളുടെ മുന്നിലെ അസൂയക്കാരുടെ മുന്നിൽ നമുക്ക് പോവാനും അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും നമുക്ക് ധൈര്യമുണ്ടാവില്ല. അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടാവില്ല. അവരുമായിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം വന്നാൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിൽ ഒരു വട്ടം ഓതിയാൽ മതി. നല്ല ഫലമുണ്ടാകും. ശത്രുക്കൾക്ക് പിന്നെ നിങ്ങളോട് സംസാരിക്കാനാവില്ല. കാരണം യുദ്ധത്തിന് തയ്യാറാവുന്നതാണെങ്കിലും തർക്കത്തിന് തയ്യാറാവുന്നതാണെങ്കിലും നിങ്ങൾ മുന്നിൽ ആ ഒരു സൂറത്ത് നിങ്ങൾ മനസ്സിൽ പാരായണം ചെയ്താൽ ശത്രുക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് മറന്നു പോവുക വരെ ചെയ്യും. അത്രക്ക് ഫലമുള്ള ഒരു സൂറത്താണ്. നിങ്ങൾ കേൾക്കാറില്ലേ അബ്രഹത്ത് രാജാവിൻ്റെ കഥ? അബ്രഹത്ത് രാജാവും കൂട്ടരൊക്കെ ആനകളും ഒക്കെ ഉള്ള കഅബ പൊളിച്ച കഥ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നിട്ട് ആനകളുടെ മുകളിലൊക്കെ തലയിലൊക്കെ ചില പക്ഷികൾ വന്ന് ചുട്ടുപഴുത്ത കല്ലുകൾ ഇട്ടിട്ട് ആ ആനകളൊക്കെ ചത്തുപോയ അവസ്ഥയും അവിടെ യുദ്ധത്തിന് വന്നവരൊക്കെ ചത്തുപോയ ഒരു അവസ്ഥയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ ആ യുദ്ധത്തിൽ ഇറങ്ങിയ സൂറത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ ശത്രുക്കളുടെ മുന്നിൽ പാരായണം ചെയ്യേണ്ടത്. സൂറത്തുൽ ഫീൽ. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ശത്രുക്കൾക്ക് പിന്നെ നിങ്ങളെ തൊടാൻ കഴിയില്ല, അത് ഉറപ്പാണ്. ശത്രുക്കളുടെ മുൻപിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ ഈ ഒരു സൂറത്ത് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിൽ പാരായണം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ശത്രുക്കളുടെ ഉപദ്രവം നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ, ഏത് നിമിഷവും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ, ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റയിന് ശേഷം ഫീൽ എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടാവില്ല. ശത്രുക്കൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഒരുപാട് പേർക്ക് പരീക്ഷിച്ചിട്ട് വിജയം കിട്ടിയ ഒരു ടിപ്സാണിത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിൽ നിന്ന് വേദനിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നിങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല. ഇത് പരീക്ഷണത്തിലൂടെ പണ്ട് മുതലേ വിജയിച്ചു വന്ന ഒരു ടിപ്സാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചില മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് പാരായണം ചെയ്തോളൂ. ശത്രുക്കളെ ഭയക്കുന്നവർ ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം.